ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഗാഥ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത് ഗാഥയുടെ ബ്ലഡ് റിസൾട്ടാ. ഗാഥയുടെ ശരീരത്തിൽ ഒട്ടും തന്നെ വിഷാംശം കലർന്നിട്ടില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലല്ലേ നിൽക്കുന്നത്. നവീൻ, എന്തായാലും ബ്ലഡ് സാമ്പിൾസ് ഒന്ന് പരിശോധിക്കാം. ഗാഥ പറയും പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ശരീരത്തിൽ വിഷം ചെന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാലോ. അതുവരെ ഗാഥ റെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഗാഥ, ടേക്ക് റെസ്റ്റ്. നവീൻ, അവർക്കൊന്നും അറിയില്ല. നവീൻ, അവരൊരു നല്ല ഡോക്ടർ അല്ല. മാഡം, പാമ്പിന് വിഷം ചികിത്സിക്കുന്നവരിൽ ഏറ്റവും പ്രഗത്ഭയായ ഡോക്ടറാണ് അവര്. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് അവരെ വിശ്വാസമില്ല. നവീൻ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാം. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കാണിക്ക്. ബ്ലഡിന്റെ റിസൾട്ട് ഒന്ന് വരട്ടെ. അധിക സമയം എടുക്കത്തില്ലല്ലോ. മോളെ, ചിലപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ എന്നാ അമ്മ പറ. ഞാൻ നിന്നിരുന്ന ഭാഗത്ത് ആ റോസാ ചെടി എങ്ങനെ വരും? അതെങ്ങനെ എന്റെ കയ്യിൽ കുത്തും? പറ. വിഷം തീണ്ടിയൊരു പേടിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഇങ്ങനെ പല അഭ്യാസങ്ങളും പറയും. മോൾക്കൊന്നും സംഭവിക്കില്ല. സാറേ, ഗാഥാ മാഡത്തിന് ചിലപ്പോ ആ ഡോക്ടറെ വിശ്വാസമില്ലായിരിക്കാം. പക്ഷേ ഈ ഡോക്ടറെ കുറിച്ച് കേരളത്തിൽ കേട്ടറിവില്ലാത്തവർ കുറവാ. മാണിക്കുഞ്ഞ്, ആ റോസാ ചെടിയുടെ മുള്ള് ഡോക്ടർ ഗാഥയുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് തന്നെ. അപ്പോ ഗാഥയെ പാമ്പ് കടിച്ചെന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാണോ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അവരുടെ മേൽവിലാസം അന്വേഷിച്ച് നമ്മൾ എങ്ങും പോകണ്ട. അത് ആ അമ്മായിയും ഭർത്താവും തന്നെയായിരിക്കും. ബ്ലഡ് റിസൾട്ട് വരുന്നവരെ നമുക്കിവിടെ നിന്നേ പറ്റൂ. നമുക്ക് നോക്കാടോ. എനിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുക. എന്നാ ദൈവം അതിനൊരു അവസരം ഒരുക്കി തരുന്നേ. അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് നീ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി നീ അത് ചോദിക്കില്ലെന്നറിയാം. പക്ഷേ ഈ അമ്മയ്ക്കൊരു കടമുണ്ടല്ലോ. എല്ലാം അടുത്ത് വരാറായി എന്നൊരു തോന്നൽ ഈ അമ്മയുടെ മനസ്സിലുണ്ട്. അത് നല്ലതായിരിക്കട്ടെ മോളെ. എങ്ങനെ ജീവിക്കേണ്ട കുട്ടി? സ്ഥാനം കൊണ്ട് രാജകുമാരിക്ക് തുല്യമാണ്. പക്ഷേ ജീവിക്കുന്ന അവസ്ഥയോ? നിങ്ങളൊക്കെ കൂടെ എന്തേ കാണിക്കുന്നേ? എന്റെ ജീവൻ വെച്ചാണോ നിങ്ങളൊക്കെ പരീക്ഷിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ട് എന്താ ആരും വിശ്വസിക്കാത്തെ? എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാതിരിക്കോ? മോളെ, ഹോസ്പിറ്റലിൽ വന്നാ നമ്മള് ഡോക്ടറെ വിശ്വസിക്കാതെ എന്ത് ചെയ്യാനാ? അവർക്കല്ലേ ഇതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റൂ. എന്റെ മമ്മി ആയിരുന്നു ഈ സ്ഥാനത്തെങ്കില് മമ്മി ഇങ്ങനെ നിക്കില്ലായിരുന്നു. എങ്ങനെ എന്നെ രക്ഷിച്ചെടുക്കണമെന്ന് മമ്മിക്ക് അറിയാം. ഗാഥ, തന്നെ ആരും സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രം പറയരുത്. ബ്ലഡ് റിസൾട്ട് വരുന്നവരെ കാക്കൻ ഡോക്ടർ പറഞ്ഞതല്ലേ. എടോ, താനിങ്ങനെ ബഹളം ഉണ്ടാക്കിട്ട് എന്തിനാ? ഞാൻ ബഹളം വെക്കും നവീൻ. ഇതേ എന്റെ ജീവന്റെ പ്രശ്നം. എന്നെയാണ് പാമ്പ് കടിച്ചത്. ഞാൻ അതിന്റെ വേദന അനുഭവിക്കുന്നത്. ഞാൻ
ഡോക്ടർ നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഗാഥ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത് ഗാഥയുടെ ബ്ലഡ് റിസൾട്ടാ. ഗാഥയുടെ ശരീരത്തിൽ ഒട്ടും തന്നെ വിഷാംശം കലർന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കൺക്ലൂഷൻ. മനസ്സിൽ നാഗഭയം ഉള്ളതുകൊണ്ട് ഗാഥയ്ക്കുണ്ടായൊരു തോന്നൽ. മിസ്റ്റർ നവീൻ, അല്പം കഴിഞ്ഞ് ഗാഥയെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, ശരി. താങ്ക് യു ഡോക്ടർ. ഹാ, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എനിക്കൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയില്ലേ? അവിടെ ചെന്ന് കിടന്ന് ഞാൻ ഉറങ്ങുമ്പോ ഉറക്കത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഗാഥ, ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയേണ്ടത്? ഇതാരോ കരുതിക്കൂട്ടി തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതെ മോളെ. എന്നെ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. അമ്മേ, തൽക്കാലം നിങ്ങളിവിടെ ഇരിക്കേ. ഞാനും മണിക്കുഞ്ഞൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം. എന്തു പറ്റി? ഗാഥയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തിയതിന്റെ കാരണക്കാര് വീട്ടിലുണ്ട്. അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയാം. മോനെ, ഇതെനിക്ക് തെളിയിക്കണമേ. ഇതിന്റെ സത്യം എന്താണെന്ന് ഗാഥ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഗാഥ, ഞാനിപ്പോ വരാം. മണിക്കുഞ്ഞ് പാടോ. ഡോക്ടർ ഒരു മണ്ടത്തരം പറയാ, ആ മണ്ടത്തരത്തിന്റെ പിന്നാലെ നവീൻ നടക്ക. ഞാൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാനല്ല, ഡോക്ടർ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാനാണ് നടക്കുന്നത്. ഒന്ന് അടങ്ങിയിരിക്കും മോളെ. എത്ര നേരമായിട്ട് എല്ലാവരും പറയുന്നു. എനിക്ക് ആ വീട് പേടിയാ. അവിടെ തങ്ങുന്ന ഒരു നിമിഷവും എനിക്ക് പേടിയാ. അവിടെ എന്നെ കൊല്ലാനുള്ള ആളുകളുണ്ട്, പകയുള്ള നാഗമുണ്ട്. ഞാനിനി അങ്ങോട്ട് വരില്ല. ഞാനിനി അങ്ങോട്ട് വരില്ല. നിർമ്മലേ, എന്തായാലും നമ്മുടെ പാമ്പിന്റെ പ്രയോഗം ഇത്രയും ഫലിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സത്യം പറഞ്ഞ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ പാമ്പ് കുത്തിയെന്ന് പറഞ്ഞ അവളുടെ ചാട്ടം കണ്ടപ്പോ മനസ്സിന് എന്ത് സന്തോഷായിന്നറിയോ? നീ നോക്കിക്കോടി, അധികം കാലം നവീൻ അവളെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല. അവനൊരു ആഞ്ചർക്കനല്ലേ. എത്ര കാലമെന്ന് വെച്ചിട്ട് അവനിതൊക്കെ സഹിക്കുന്നേ. ഇന്നിപ്പോ അവള് പേടിച്ചു. നാളെ രാവിലെ ഇനി എന്താ സംഭവിക്ക? അതിന്റെ പേരിൽ അവൾ അഹങ്കാരം തുടങ്ങും. ആ അഹങ്കാരം കുറച്ചൊന്ന് മൂപ്പിച്ച അവള് നമ്മുടെ നേരെയല്ല, വേണമെങ്കിൽ അമ്മയുടെ നേരെ വരെ കൈവെക്കും. അതോടുകൂടി ഈ ബന്ധം എന്നേക്കുമായി അവസാനിക്കും. അതിനുള്ള വഴികളാ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത്. അത് എത്രയും പെട്ടെന്നൊന്നും നടന്നാ മതിയായിരുന്നു നിർമ്മലേ. അതാവുമ്പോ ഇതുപോലുള്ള റിസ്ക് എടുക്കേണ്ടി വരില്ലല്ലോ. ഓരോന്ന് സംഭവിക്കുമ്പോഴും എന്റെ മനസ്സിലെ പ്രതീക്ഷകൾ കൂടിക്കൂടി വരുമോ ഉദേട്ടാ? മിക്കവാറും നവീന്റെ ഇവളുടെ വിവാഹം നമുക്ക് ഉടനെ നടത്താം. അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു.